தன் கண்முன்னே 10க்கும் மேற்பட்ட வீடுகள் மண்ணுக்குள் புதையுண்ட கோர காட்சியை நேரில் பார்த்த மூதாட்டியிடம் நமது செய்தியாளர் சுதீஷ் நடத்திய கலந்துரையாடலை தற்போது பார்க்கலாம். அந்த கோர தாண்டவத்தை, நிலச்சரிவை, வெள்ளம் அடித்து சென்ற வீடுகளை, அடித்து சென்ற உறவுகளை மற்றும் உற்றாரை இழந்த நெபிசா இருக்கிறார். அந்த முண்டக்கை பகுதியைச் சேர்ந்தவர். அவர் அந்த நிலச்சரிவை நேரில் பார்த்திருக்கிறார். அவரிடம் பேசலாம். നമസ്കാരം. നിങ്ങൾ എത്ര വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് മുണ്ടക്കൈയില്? 45 കൊല്ലം വരായി. പണി ഇപ്പൊ ഒന്നുമില്ല. ആദ്യം തൈലത്തോട്ടത്തില് 20 കൊല്ലം എടുത്തു. പിന്നെ സുഖമില്ലായിട്ട് നിർത്തി. അവിടെ എത്ര മക്കള് താമസിക്കുന്നുണ്ട്? എന്തെന്തൊക്കെ പണിക്കൊക്കെ അവരൊക്കെ പോകുന്നുണ്ട്? എത്ര വീടുകൾ ഉണ്ടായിരുന്നു? വീട് എന്ന് പറഞ്ഞാല് വലിയ ടൗണായിരുന്നു. ഒരുമാതിരി ടൗണായിരുന്നു. സ്ഥലമൊക്കെ എടുത്തിട്ട് ആൾക്കാർ വീടൊക്കെ പൊന്നാരം വെച്ചിട്ട് ഒരു 10 വർഷം കൊണ്ട് നല്ല വീടാ. 100-300 വീടുകളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തൊഴിലുകാർക്ക് എസ്റ്റേറ്റില് വീട് കെട്ടിത്തന്നു. അങ്ങനെ അധികം ആൾക്കാർ ആ വീട്ടുകളിലാ. കമ്പനി വീട്ടില്, സ്വന്തം വീട്ടില് അധികമല്ല. എന്നാലും സ്വന്തം വീട്ടിൽ ഒരു 300 വീട് എന്റെ വീട്ടിന്റെ അടുത്തുണ്ട്. ഈ വീടുകൾ കൂടാതെ അതൊക്കെ പോയി. എന്താ സംഭവം അവിടെ നടന്നത്? വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? മഴ എങ്ങനെ ഉണ്ടായിരുന്നു? വീടുകളൊക്കെ എങ്ങനെ പോയി? 3 ദിവസം മഴ നല്ലോണം ഇങ്ങനെ പെയ്തുകൊണ്ട് നിന്നു. അപ്പൊ ആരോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മാറി താമസിക്കണമെന്ന്. ആദിവാസികളുണ്ടാവും ആകാം ഇഷ്ടം പോലെ. ഓലൊക്കെ മാറ്റിയിരുത്തി. ഞങ്ങൾ പെരകളല്ലേ, അവിടെ വരൂലെന്നാ, വെള്ളം കയറൂലെന്ന് വിചാരിച്ചത്. അങ്ങനെ ഈ മഴ പെയ്യുമ്പോഴാണ് ഈ മല അങ്ങോട്ട് ഇടിഞ്ഞത്. അതെന്റെ സംഭവം. പിന്നെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അത് പെണ്ണ് എനിക്ക് എടുക്കാൻ പറ്റൂല. അത്രക്കില്ല വീടും എസ്റ്റേറ്റ് വീടുകളൊക്കെ പോയില്ലേ. അതുകൊണ്ട് വീടിന്റെ കണക്ക് നിൽക്കാൻ പറ്റില്ല. എൻ്റെ പുരൻ്റെ അടുത്ത് തന്നെ 15 വീട് ഒന്നായിട്ട് പോയി. എൻ്റെ പെര മാത്രമേ ഉള്ളപ്പോൾ അതിൻ്റെ അപ്പുറത്ത് 3 പേരുണ്ട് ഞങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത്. അതിൻ്റെ അകത്തൊക്കെ പോയി. പിന്നെ അത് ആലോചിച്ചിട്ട് കാര്യമല്ലേ. ഞങ്ങളെ ബാക്കി എല്ലാവരും ഒക്കെ പോകും. ഒക്കെ മണ്ണിന്റെ അടിയിലുണ്ടാവും കുറെ. ഏതേത് ദേശത്ത് മക്കൾ അവിടെ താമസിക്കുന്നുണ്ട്? എന്റെ മക്കള് ഇഷ്ടം പോലെ ഉണ്ടായി. വീട്ടുകളിലും പുറം പണി ഒക്കെ ഓരോരോ കമ്പനി, ഓഫീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഇപ്പൊ രാത്രിയല്ലേ ഇത് പൊട്ടി വന്നത്. അതുകൊണ്ട് എല്ലാരും പോയത്. അപ്പൊ അതിന്റെ അവസ്ഥകൾ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ വേറെ മാറ്റിച്ചു. ഇത് പൊട്ടി വന്ന് ഇതുകൊണ്ട് കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് ഒരു അകരുണ്ട്. അവിടെ കയറി നിന്നപ്പോ തന്നെ ഞങ്ങളെ വീട്ടുകളൊക്കെ പോയി.